പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എൻ്റെ കഥ ഒരു വല്ലാത്ത ആത്മകഥയായിരുന്നു. അതേപോലുള്ള ആത്മകഥകൾ, എന്തും തുറന്നെഴുതുന്ന ആത്മകഥകൾ മലയാളത്തിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ. എൻ പിള്ള എഴുതിയ ഞാൻ അതുപോലൊരു പുസ്തകമായിരുന്നു. ഈ എൻ്റെ കഥ ആദ്യം ഇംഗ്ലീഷിലാണത് പ്രസിദ്ധപ്പെടുത്തി വന്നത്. അത് അവസാനം മലയാള നാടെന്നൊരു വാരികയിലാണത് അത് പരിഭാഷപ്പെടുത്തി വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മരണത്തിൻ്റെ മുനമ്പിൽ നിൽക്കുന്നൊരു സമയത്താണ് മാധവിക്കുട്ടി ശരിക്കും എൻ്റെ കഥ എഴുതുന്നത്. ഇനി ജീവിതത്തിലേക്കൊരു മടക്കമില്ല എന്ന് തോന്നിയ സമയമാണ്. തനിക്ക് തോന്നിയതെല്ലാം അവർ പച്ചയായിട്ട് എഴുതി. മലയാള നാട്ടിൽ അന്നത്തെ പത്രാധിപരായിരുന്ന BBC നായരും കാക്കനാടൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാക്കനാടൻ എന്ന എഴുത്തുകാരൻ്റെ പിൻബലത്തിൽ കൂടിയാണ് വളരെ മനോഹരമായിട്ട് കറണ്ട് എന്ന് പറയുന്ന മുംബൈയിൽ ഇറങ്ങുന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ വന്ന മാധവിക്കുട്ടിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അന്ന് ലക്ഷക്കണക്കിന് വായനക്കാരെ ആകർഷിച്ച സംഭവമായിരുന്നു എൻ്റെ കഥ ആകർഷിച്ചെന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ കേരളത്തെയും വായനക്കാരെയും ഞെട്ടിച്ചു കളഞ്ഞു മാധവിക്കുട്ടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മരണത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാവാം ഒരു ഫിനിക്സ് പക്ഷി പോലെ ഞാൻ എൻ്റെ ചാരത്തിൽ നിന്ന് പറന്നുയർന്നു എന്നൊക്കെ മാധവിക്കുട്ടി എഴുതിയ വരികളൊക്കെ എൻ്റെ കഥയിലുണ്ട്. അപ്പോൾ ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചൊരു സമയം ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിലെ സത്യങ്ങളൊക്കെ ഇത്രയും തുറന്നെഴുതുന്നത് അന്നത്തെ യാഥാസ്ഥിതികമായ വളരെ ഓർത്തഡോക്സ് സങ്കല്പങ്ങൾക്കൊക്കെ വിരുദ്ധമായിരുന്നു. അതുകൊണ്ടൊരു മാധ്യമപ്രവർത്തകൻ മാധവിക്കുട്ടിയോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ആത്മകഥയിൽ ഇത്രയേറെ സ്വകാര്യതകൾ, പ്രൈവറ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് വെളിപ്പെടുത്തിയത്? ഇത് സമൂഹത്തിൽ വളരെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കില്ലേ? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത പേടി. മാത്രമല്ല, മാധവിക്കുട്ടി വിമർശനങ്ങളെ ഭയക്കുന്നില്ലേ എന്നും ഈ പത്രപ്രവർത്തകൻ ചോദിച്ചു. മാധവിക്കുട്ടിക്ക് ഒരു കൂസലും ഇല്ല ഇത് കേട്ടപ്പോൾ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. സമൂഹം എന്ത് വിചാരിക്കുമെന്നത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ എൻ്റെ സത്യങ്ങളെ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു എഴുത്തുകാരിക്ക് ഏറ്റവും വേണ്ടത് സത്യസന്ധതയാണ്. വിമർശനങ്ങൾ ഒരിക്കലും എന്നെ തളർത്തില്ല, മറിച്ച് കൂടുതൽ കരുത്തുള്ള ഒരു എഴുത്തുകാരിയാക്കി മാറ്റുമെന്നാണ് മാധവിക്കുട്ടി എന്ന കമലദാസ് അന്ന് മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത്. മാധവിക്കുട്ടി തൻ്റെ എഴുത്തിൽ കാണിച്ച ഒരു ധീരതയുണ്ട്, ബുദ്ധിപരമായൊരു സത്യസന്ധതയുണ്ട്. അത് വളരെ അടിവരയിട്ട് അവരുടെ ഓരോ പുസ്തകത്തിലും ഉണ്ടായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യമാണ് എൻ്റെ കഥയിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അവർ പറയുന്നത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനും അവരുടെ പിൻബലത്തിനും വേണ്ടി സ്വന്തം സത്യങ്ങളെ തള്ളിപ്പറയേണ്ട കാര്യമല്ല. സ്വന്തം വ്യക്തിത്വത്തിൽ ധീരമായി വിശ്വസിക്കുക. നമ്മളെന്തെങ്കിലും എഴുതാൻ തീരുമാനിച്ചാൽ ഓണസ്റ്റായിട്ട് എഴുതുക. ഓണസ്റ്റായിട്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുക. വിമർശനങ്ങളെ തളർന്നു പോകരുത്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനങ്ങൾ വന്നിട്ട് തളർന്നു പോകുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, 50 അല്ലെങ്കിൽ 50,000 ആളുകൾ കാണുന്ന ഓൺലൈൻ അല്ലെങ്കിൽ ഇത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന ഈ സന്ദേശം, ഈ വാർത്ത 2 ദിവസം കഴിയുമ്പോൾ അത് എരിഞ്ഞു വീഴും, കരിഞ്ഞു ഉണങ്ങും. അപ്പോൾ അതൊന്നും അടുത്ത വിമർശനം വരുമ്പോഴത്തേക്കും, അടുത്ത സ്റ്റോറി വരുമ്പോഴേക്കും ആളുകൾ ഇത് മറക്കും. അതുകൊണ്ട് ഇതിലൊന്നും തളർന്നു പോകരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻറ്റഗ്രിറ്റി, ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ കരുത്തോടെ മുന്നോട്ട് പോവുക. ഇതാണ് എൻ്റെ കഥയിലൂടെ മാധവിക്കുട്ടി പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചത്. മാധവിക്കുട്ടി എൻ്റെ കഥയിൽ കാണിച്ച ഒരു സത്യസന്ധത, ഞാൻ എന്ന ആത്മകഥയിൽ എൻ പിള്ള കാണിച്ച ഒരു സത്യസന്ധത, അതാകട്ടെ നമ്മുടെ മുതൽക്കൂട്ട്. നമുക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ധൈര്യത്തോടെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ കള്ളം പറഞ്ഞ ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക.